മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ നമ്മൾ സലാം കൊണ്ടായിരിക്കണം അവരെ അഭിവാദ്യം ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വാക്കാണ്. അതേ സമയത്ത് ഇത് ആരുടെ അടുക്കലും പോയി നമുക്ക് മുഅ്മിനായ ഏതൊരു മനുഷ്യൻ ഏതൊരവസ്ഥയിലാണോ പറയാൻ പാടില്ലാത്ത അവസരങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരാൾ രോഗിയായി കിടക്കുകയാണ്. ഈ രോഗിയായി കിടക്കുന്ന ആളുടെ അടുക്കൽ ചെന്നിട്ട് ഒരാള് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രഭാതം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോ ചിലപ്പോ അവന് എണീക്കാൻ കഴിഞ്ഞാൽ നല്ല ഒരു പ്രഹരം അല്ലെങ്കിൽ ഒരു ചവിട്ട് അവന് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ വരെ പറയാൻ പറ്റിയ ഒന്നാണ് അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്ന സലാം. അതുകൊണ്ട് നിങ്ങൾ സലാം അധികരിപ്പിക്കുക, സലാം നിങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ, ഒരാള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ കൂട്ടുകാരെ, കുടുംബങ്ങളെ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ ഒക്കെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ കൂടുതലായി സലാം അധികരിപ്പിക്കണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് പോകുകയാണ്. നേരം വെളുത്താൽ ഒരാവശ്യവും ഇല്ലാതെ വെറുതെ ആളുകൾ കൂടിയ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് എല്ലാവരോടും ഇങ്ങനെ സലാം പറഞ്ഞു നടക്കുന്നു. എല്ലാ കാണുന്ന ആളുകളോടൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നിങ്ങനെ സലാം പറയുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു, അതല്ല ഇബ്നു ഉമർ തങ്ങളെ, എന്തേ നിങ്ങൾ ഇങ്ങനെ എല്ലാ ആളുകളോടും ഇങ്ങനെ സലാം പറയുന്നത്? അപ്പൊ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരാളോട് ഒരു സലാം പറഞ്ഞാൽ അവന് 30 നന്മകൾ രേഖപ്പെടുത്തുമെന്ന് എന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സലാം പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം 10 നന്മകൾ അവനിക്ക് എഴുതപ്പെടും. അതുകൊണ്ട് സലാം നമ്മൾ അധികരിപ്പിക്കുക. സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കുന്ന ആൾ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ് എന്നും കൂടെ അധികരിപ്പിക്കണം. ഇനി പറയുന്ന ആള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ മടക്കുന്ന ആള് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തന്നെ മടക്കണം. അപ്പം ഈ പറയുന്നവനേക്കാൾ കൂടുതൽ മടക്കുന്നവൻ കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്താണ്, നല്ലതാണ്. മറ്റൊരു കാര്യം, സലാം പറയൽ എന്തേ ഉള്ളൂ, സുന്നത്തേ ഉള്ളൂ. മഹാന്യരായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാം. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലിലുള്ള ബാധ്യതകൾ 5 എണ്ണമാണ്. അതിൽ ഒന്നാമതായി എണ്ണിയിട്ടുള്ളത് റദ്ദുസ് സലാം, സലാം മടക്കുക എന്നാണ്. അപ്പം ഇവിടെ സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. ഇവിടെ ഈ സലാം ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബൂബക്കർ തങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു, പുന്നാര നബിയേ, അലി റളിയല്ലാഹു അൻഹു എന്നെ എല്ലാ ദിവസവും കാണുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്നോട് സലാം പറയാറുണ്ട്. പക്ഷേ ഇന്ന് എന്നോട് അലി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞിട്ടില്ല. എന്താണ് എന്നോട് മിണ്ടാതെ പോയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഹബീബ് നബി തങ്ങളോട് സങ്കടം പറയുമ്പോ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അലി തങ്ങളോട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഇന്നത്തെ ദിവസം അബൂബക്കർ തങ്ങളോട് സലാം പറയാതിരുന്നത്? അപ്പൊ പറഞ്ഞു, മുത്തുനബിയെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നമെന്നല്ലേ? സ്വർഗത്തില് വലിയ ഒരു മണിമാളിക കണ്ടു. ഞാൻ ചോദിച്ചു, ഈ മണിമാളിക ആർക്കുള്ളതാണ്? അത് സലാം പറഞ്ഞു തുടങ്ങുന്നവനുള്ളതാണെന്ന്.
എനിക്ക് വിവരം കിട്ടി നബിയേ. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാനാണ് അബൂബക്കർ തങ്ങളോട് സലാം പറയാറുള്ളത്. ഇന്ന് ആ പ്രതിഫലം, ആ മാളിക അബൂബക്കർ തങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആശിച്ചത് കൊണ്ടാണ്. അപ്പൊ സലാം പറയുന്നവർക്കാണ് ഏറ്റവും വലിയ പവർ. അവർക്ക് ഇങ്ങനെയുള്ള വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തതായി കാണാം. ചെറിയ കുട്ടികളോട് നമുക്ക് സലാം പറയാം. ബഹുമാനപ്പെട്ട നബിതങ്ങള് മദീനായുടെ ആ മണൽപ്പരിപ്പിലൂടെ നീങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ കുട്ടികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കണ്ടാൽ അവരുടെ അടുക്കലൊക്കെ പോയിട്ട് ഹബീബ് നബിതങ്ങൾ സലാം പറയാറുണ്ടായിരുന്നു. ആ ശൈലി കണ്ടും കേട്ടും കണ്ടും അറിഞ്ഞ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഇതേപോലെ കുട്ടികളോട് സലാം പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോ നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറയണം. ഇനി വീട്ടിൽ ആരുമില്ലാത്ത ഒരു വീടാണ്, വീട്ടിലാരുമില്ല, നമ്മുടെ റൂമിലേക്ക് കടന്നു വരികയാണ്, ആരും റൂമിലില്ല, അവിടെയും നമ്മൾ സലാം പറയണം. അവിടെ നമ്മൾ സലാം പറയേണ്ടത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അപ്പോ ആളില്ലാത്ത റൂമിലേക്ക്, ആളില്ലാത്ത വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് തന്നെ ആളില്ലാത്ത സമയത്ത് കയറി ചെല്ലുകയാണോ എങ്കിൽ നമ്മൾ പറയേണ്ടത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്നാണ്. ഈ സലാം പറയുക ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ്. ഇദാ ദഖല അർറജുലു ബൈതഹ്, ഒരു മനുഷ്യൻ ഒരു വീട്ടിലേക്ക് കടന്നാൽ ഫദകറല്ലാഹ ഇൻദ ദുഖൂലിഹി, അവൻ ആ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർത്തു. വ ഇൻദ തുആമിഹി, അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയപ്പോഴും അല്ലാഹുവിനെ ഓർത്തു. വീട്ടിലേക്ക് അവൻ കയറിയപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന സലാം കൊണ്ടാണ് അവരെ അഭിവാദ്യം ചെയ്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വീട്ടിൽ കയറിയത്. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ഹബീബ് നബി തങ്ങൾ പറയുന്നു ഖാല ശൈത്വാൻ, ഈ അവസരത്തിൽ ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് വീട്ടിൽ കയറുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഖാല ശൈത്വാൻ, ശൈത്വാൻ അവന്റെ അനുയായികളോട് പറയും ലാ മബീത ലക്കും വലാ അശാ, ഈ വീട്ടിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂല, ഇവിടെ നിങ്ങൾക്ക് താമസവും ഇല്ല, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണവും ഇല്ല. അപ്പൊ സലാം പറഞ്ഞ് കയറുന്ന ആ വീട്ടിൽ ശൈത്വാനിന് അവിടെ കേന്ദ്രമാക്കാൻ കഴിയില്ല. അത് ഇല്ലാത്തത് കൊണ്ടാണ്, സലാം നമ്മൾ അധികരിപ്പിക്കാത്തത് കൊണ്ടാണ് പല വീടുകളിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലായി സലാം അധികരിപ്പിക്കുന്ന വീടുകളിൽ നിന്ന് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറി നിൽക്കാൻ ഈ സലാം ഒരു കാരണമാകുമെന്ന് ഈ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സലാം നമ്മൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെല്ലാൻ ഈ ഹദീസ് വലിയ സ്ഥാനം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതേ സമയത്ത് ബിസ്മി ചൊല്ലാതെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവന്റെ കൂടെ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസും അവന്റെ സംഘവും അവനോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇബാദത്തിൽ ഒരു മാധുര്യം, ഇബാദത്തിന്റെ ആ രസം കണ്ടെത്താൻ കഴിയില്ല, ഇഖ്ലാസ് വരികയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സലാം പറയാൻ പാടില്ലാത്ത പല അവസ്ഥകളുമുണ്ട്. ഇനി ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സലാം പറയാൻ പാടില്ല. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് സലാം പറയാൻ പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവരോടും സലാം പറയാൻ പാടില്ല. ബാങ്ക് വിളിക്കുന്നവരോടും സലാം പറയാൻ പാടില്ല. ഖുതുബ ശ്രവിക്കുന്ന ആളുകളോടും സലാം പറയാൻ പാടില്ല. ഇങ്ങനെ പല അവസ്ഥകളിലും സലാം പറയാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. സലാം പറയാൻ പറ്റൂല, അത് സുന്നത്തും ഇല്ല. ഇങ്ങനെയുള്ള ആളുകളോട് സലാം പറയൽ സുന്നത്തില്ല, മടക്കൽ നിർബന്ധവും ഇല്ല.
അതുകൊണ്ട് നാം പരമാവധി നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള എല്ലാ അവസരങ്ങളിലും കൂടുതലായി സലാം അധികരിപ്പിക്കുക.